നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ആദ്യ പരാതി വായിക്കാം. പാലക്കാട് ജില്ലയിലെ ആലത്തൂർ താലൂക്കിലുള്ള കെ നാരായണനാണ് പരാതിക്കാരൻ. ഞാൻ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ താലൂക്കിൽ വർഷങ്ങളായി താമസിക്കുന്ന വ്യക്തിയാണ്. എന്റെ പരാതി കുളം സംബന്ധിച്ചിട്ടുള്ളതാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഉന്നത വിഭാഗത്തിൽപ്പെട്ട ചേച്ചി അനിയത്തിമാർക്ക് ഇവിടെ 3 പറ കൃഷിയുണ്ടായിരുന്നു. ഇതിനോട് ചേർന്ന് 4 ഏക്കർ വരുന്ന ഒരു വലിയ കുളവും ഉണ്ടായിരുന്നു. ഇവരുടെ കൃഷിപ്പണിക്കാരായിരുന്നു എന്റെ പൂർവികർ. അവരുടെ കാലശേഷം അവരുടെ മക്കളും ഇവരുടെ പണിക്കാരായിരുന്നു. ഈ കുളത്തിന്റെ ഉടമസ്ഥരായ ചേച്ചി അനിയത്തിമാർ എല്ലാവരും തന്നെ മരണപ്പെട്ടു. അവരുടെ മക്കളെല്ലാം തന്നെ 1980-82 കാലത്ത് വീടും കുളവും കൃഷിയുമെല്ലാം വിറ്റ് വേറെ സ്ഥലത്തേക്ക് മാറുകയുണ്ടായി. അതിനുശേഷം ആരും തന്നെ ഇവിടെ വന്നിട്ടില്ല. ഈ വലിയ കുളത്തിന്റെ 3 ഭാഗവും വിറ്റുപോയതാണ്. ഇപ്പോഴത്തെ പ്രശ്നം ഇതാണ്. ഇവരുടെ കൃഷിസ്ഥലത്ത് പണി ചെയ്തിരുന്നവർ 2 വിഭാഗത്തിൽപ്പെട്ടവരാണ്. അതിൽ ഒരു വിഭാഗം ആളുകൾ ഈ കുളം കയ്യേറിയിരിക്കുകയാണ്. ഈ കുളത്തിന്റെ ഒരു ഭാഗം മലമ്പുഴ കനാലാണ്. കൂടാതെ 3 കുടിവെള്ള പദ്ധതിയിൽ ഈ കുളം ഉൾപ്പെട്ടിട്ടുമുണ്ട്. ഇത് മലയോര പ്രദേശമാണ്. ഈ കുളം ഒരു വിഭാഗം കയ്യേറിയതിനെ തുടർന്ന് സംഘർഷ സാധ്യത ഇപ്പോൾ നിലനിൽക്കുകയാണ്. ആയതിനാൽ ഈ കുളം ഒരു പൊതുകുളമായി നിലനിർത്തുവാൻ ആർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്? സർക്കാരിന്റെ തണ്ണീർത്തട പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ കുളത്തെ നിലനിർത്തുവാനാവുമോ തുടങ്ങിയ കാര്യങ്ങളാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഈ പരാതിയിൽ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ രമേശ് കടുവനപ്പറമ്പിൽ. ജലസ്രോതസ്സും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടത് നാടിന്റെ നിലനിൽപ്പിന് തന്നെ അത്യന്താപേക്ഷിതമായ ഒന്നാണ്. പ്രത്യേകിച്ച് 3 കുടിവെള്ള പദ്ധതികൾക്ക് ആശ്രയമായ മലമ്പുഴ കനാലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കുളമെന്ന നിലയിൽ ഈ കുളത്തിൽ മണ്ണും ചെളിയും അടിയുന്നതിൽ നിന്നും സംരക്ഷിക്കേണ്ടത് പാരിസ്ഥിതിക ആവശ്യമാണെങ്കിൽ ഒരു വിഭാഗത്തിന്റെ കയ്യേറ്റത്തിൽ നിന്നും മാറ്റി കുളത്തെ പൊതുകുളമാക്കി മാറ്റേണ്ടത് സാമൂഹിക ആവശ്യമാണ്. അല്ലാത്തപക്ഷം താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഭാവിയിൽ ക്രമസമാധാന പ്രശ്നങ്ങൾക്കും ഒരുപക്ഷെ കാരണമായേക്കാം. ഈ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന കുളത്തെ സംബന്ധിച്ചുള്ള വിവിധ വിഷയങ്ങൾക്ക് പരിഹാരത്തിനായി ഒന്നിലധികം വകുപ്പുകളെ ഒരേ സമയം സമീപിക്കേണ്ടതുണ്ട്. താങ്കൾ ആദ്യം പരാതി നൽകേണ്ടത് ജില്ലാ കളക്ടർക്കാണ്. മണ്ണും ചെളിയും ഇറങ്ങുന്നത് മൂലമുള്ള പാരിസ്ഥിതിക പ്രശ്നം, കുടിവെള്ള വിഷയം, ഒരു വിഭാഗത്തിന്റെ കയ്യേറ്റം, സമുദായ സംഘർഷ സാധ്യത എന്നിവയെല്ലാം ഉൾപ്പെടുന്ന വിഷയമായതിനാൽ കളക്ടർക്ക് നേരിട്ട് ഇടപെടാൻ അധികാരമുണ്ട്. കൂടാതെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷനും കളക്ടറാണ്. അതുപോലെ തന്നെ റവന്യൂ ഡിവിഷൻ ഓഫീസർ RDO 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം കുളങ്ങൾ സംരക്ഷിക്കുവാനും കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുവാനും RDOയ്ക്ക് പൂർണ്ണ അധികാരമുണ്ട്. കുടിവെള്ള പദ്ധതികൾ നിലവിലുള്ളതിനാൽ പൊതു താൽപര്യാർത്ഥം കുളം പഞ്ചായത്ത് ഏറ്റെടുത്ത് സംരക്ഷിക്കുന്നതിനായി പഞ്ചായത്ത് ഭരണസമിതിക്ക് പ്രമേയം പാസാക്കാവുന്നതാണ്. ഇതിനായി പഞ്ചായത്ത് സെക്രട്ടറിക്കും പ്രസിഡന്റിനും നിവേദനം നൽകുക. തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പ്രാദേശിക നിരീക്ഷണ സമിതിയുടെ കൺവീനർ കൃഷി ഓഫീസറാണ്. ഈ കുളം നിലവിൽ ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാനും കൃഷി ഓഫീസറെ സമീപിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇതിനായി സമർപ്പിക്കുന്ന അപേക്ഷ, പരാതി, നിവേദനം അവയിലെല്ലാം തന്നെ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. കുളം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ വിവരങ്ങൾ, ഈ കുളത്തെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന മിനി കുടിവെള്ള പദ്ധതികളുടെ വിവരങ്ങൾ, അതിന്റെ പൊതു ഉപയോഗവും, മലമ്പുഴ കനാലിനോട് ചേർന്നുള്ള കിടപ്പും, മഴക്കാലത്ത് മലയിൽ നിന്നുള്ള വെള്ളം ഉൾക്കൊള്ളുന്ന തണ്ണീർത്തടം എന്ന നിലയിലുള്ള പാരിസ്ഥിതിക പ്രാധാന്യവും, അതുപോലെ തന്നെ നിലവിൽ ഒരു വിഭാഗം ആളുകൾ നടത്തുന്ന കയ്യേറ്റവും അതുമൂലം ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള സമുദായ സംഘർഷങ്ങളും ക്രമസമാധാന പ്രശ്നങ്ങളും ഇവയെല്ലാം ഇതിൽ ഉൾപ്പെടുത്തി വേണം പരാതിയോ നിവേദനമോ സമർപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ താങ്കൾ ഒറ്റയ്ക്ക് പരാതി നൽകുന്നതിനേക്കാൾ കുടിവെള്ള പദ്ധതികളുടെ ഗുണഭോക്താക്കളായ നാട്ടുകാരെ കൂടി ഉൾപ്പെടുത്തി ഒരു മാസ് പെറ്റീഷൻ തയ്യാറാക്കി നൽകുന്നത് നടപടികൾ വേഗത്തിലാക്കാൻ സഹായിക്കും. മലമ്പുഴ കനാലിന്റെ അതിർത്തി ആയതിനാൽ ഇറിഗേഷൻ വകുപ്പിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർക്കും ഒരു പരാതി നൽകുന്നത് നല്ലതാണ്. കളക്ടർക്കും RDOയ്ക്കും പരാതി നൽകുമ്പോൾ അതിന്റെ ഒരു പകർപ്പ് മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിലേക്കും റവന്യൂ മന്ത്രിക്കും അയക്കാവുന്നതാണ്. ഈ കുളത്തിന്റെ കൃത്യമായ സർവേ നമ്പറോ അല്ലെങ്കിൽ പഴയ ഉടമസ്ഥർ വിറ്റുപോയ കാലത്തെ ആധാരത്തിന്റെ എന്തെങ്കിലും വിവരങ്ങളോ നിലവിൽ താങ്കളുടെയോ മറ്റു നാട്ടുകാരുടെയോ പക്കൽ ലഭ്യമാണെങ്കിൽ അത് വകുപ്പ് നടപടികൾ കൂടുതൽ എളുപ്പമാക്കും. ഇനി അടുത്ത പരാതി നോർത്ത് മാറാടിയിലെ സീന ആഷിക്കിന്റേതാണ്. പരാതി വായിക്കാം. എന്റെ പരാതി ഇപ്രകാരമാണ്. എംപ്ലോയ്മെന്റിനെ മറികടന്ന് സ്കൂളുകൾ തന്നിഷ്ടപ്രകാരം ഓഫീസ് അസിസ്റ്റന്റിനെ നിയമിക്കുന്നു. മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിൽ
ഒരു UP സ്കൂളിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെ അറിയിക്കാതെ സ്കൂൾ അധികൃതർ ഇന്റർവ്യൂ നടത്തുകയും നിയമനം നടത്തുകയും ചെയ്തു. പത്രപരസ്യം PRD വഴി നൽകാതെയാണ് സ്കൂളുകൾ ഇത് നടത്തിയിരിക്കുന്നത്. ഞങ്ങൾ 22 പേർക്ക് ഇതിന് പരാതിയുണ്ട്. ആയതിനാൽ ഈ നിയമനം റദ്ദാക്കി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമനം നടത്തുവാൻ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷക രേഖ വാസുദേവൻ. ഇന്നത്തെ കത്തിലെ വിഷയം മൂവാറ്റുപുഴ നോർത്ത് മാറാടി ഗവൺമെന്റ് UP സ്കൂളിൽ ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് പത്രപരസ്യം ഒന്നും ചെയ്യാതെ നിയമനം നടത്തിയതായിട്ടുള്ള ഒരു പരാതിയാണ്. പത്രപരസ്യവുമില്ല, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയുമല്ല നിയമനം നടത്തിയിരിക്കുന്നത് എന്നാണ് കത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. അതിൽ 22 പേർക്കോളം പരാതിയുള്ളതായിട്ടും പറയുന്നുണ്ട്. ഇതിലേക്ക് ചെയ്യേണ്ട കാര്യം, ഒന്ന്, അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർക്കാരിലേക്ക് സമീപിക്കാവുന്നതാണ്. സർക്കാരിലേക്ക് ഒരു കത്തയക്കുകയും റെപ്രസെന്റേഷൻ അയക്കുകയും ചെയ്യാം. പത്രപരസ്യം ചെയ്യാണ്ട് നടത്തിയിരിക്കുന്ന നിയമനം അംഗീകരിക്കാണ്ടിരിക്കാനും റീസെലക്ഷൻ നടത്താൻ വേണ്ടിയുള്ളതിന്റെ അപേക്ഷ സമർപ്പിക്കാവുന്നതുമാണ്. ഇനി സർക്കാരിലേക്ക് കത്ത് അങ്ങനെ കൊടുത്തതിന് ശേഷവും തുടർ നടപടികൾ ഒന്നും ഉണ്ടാവുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കാവുന്നതാണ്. ഇനി അടുത്ത പരാതി. പേരും സ്ഥലവും വ്യക്തമാക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവിൻ്റെതാണ് പരാതി എന്താണെന്ന് നോക്കാം. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഒരു സഹകരണ ബാങ്ക് ഉണ്ട്. എന്റെ മകൾക്കും മകനും അവിടെ മെമ്പർഷിപ്പിന് വേണ്ടി അപേക്ഷിക്കുന്നതിന് ബാങ്ക് ഭരണസമിതി പ്രസിഡന്റിനും മെമ്പർമാരെയും സമീപിച്ചിരുന്നു. അവർ പറയുന്നത് മെമ്പർഷിപ്പ് കൊടുക്കുന്നത് തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ് എന്നതാണ്. ഞാൻ പല പ്രാവശ്യം സൊസൈറ്റിയിൽ കയറിയിറങ്ങിയിട്ടും എനിക്ക് മെമ്പർഷിപ്പ് തരുന്നില്ല. നിലവിൽ മെമ്പർഷിപ്പ് കിട്ടുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിയമപരമായി എനിക്ക് എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ അതിനുള്ള നിയമവഴികൾ പറഞ്ഞു തരണമെന്നാണ് പരാതിക്കാരൻ പരാതിയിൽ ചോദിച്ചിരിക്കുന്നത്. ഈ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന കാര്യത്തിന് മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ രാജേഷ് ആർ പിള്ള. കത്ത് സശ്രദ്ധം വായിച്ചു. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അഥവാ സഹകരണ സംഘങ്ങളെ പറ്റിയിട്ടുള്ളതാണ് ചോദ്യം. സഹകരണ സംഘത്തിൽ മെമ്പർഷിപ്പ് നൽകുന്നില്ല എന്നുള്ളതിനാണ് കത്തിനടിസ്ഥാനം. കേരളം സഹകരണ സംഘങ്ങളാൽ സമ്പന്നമാണ്. ഭാരതത്തിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ് അല്ലെങ്കിൽ സഹകരണ പ്രസ്ഥാനങ്ങൾ നന്നായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ സാമ്പത്തിക സ്ഥിതിയിൽ സഹകരണ സംഘങ്ങൾക്കുള്ള പങ്ക് അനിഷേധ്യമാണ്. കേരളത്തിലെ മിക്കവാറും അതാത് സ്ഥലങ്ങളിലെ രാഷ്ട്രീയ നേതൃത്വമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഭരണം കൈയാളുന്നതെന്ന് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. അതുകൊണ്ട് അതാത് പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ നിയന്ത്രണത്തിലാണ് സഹകരണ സംഘങ്ങൾ മിക്കവാറും. ചിലത് അങ്ങനെയുമല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഭൂരിഭാഗം സഹകരണ സംഘങ്ങളും രാഷ്ട്രീയ പാർട്ടിയുടെ നിയന്ത്രണത്തിലാണ്. ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയെ പറ്റി കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന ആക്ട് നിയമമുണ്ട്. സഹകരണ സംഘങ്ങളിലെ എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണിത്. എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിന് ഈ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഈ നിയമത്തിന്റെ 16-ാം വകുപ്പ് അനുസരിച്ചിട്ടാണ് മെമ്പർഷിപ്പ്, അതായത് അംഗത്വത്തെ പറ്റി പറയുന്നത്. ആ 16-ാം വകുപ്പ് അനുസരിച്ച് ഓരോ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനും പ്രവർത്തിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. ഏത് സ്ഥലത്താണോ അത് പ്രവർത്തിക്കാൻ അധികാരം കിട്ടിയിട്ടുള്ളത്, ആ പ്രവർത്തന സ്ഥലത്ത് താമസിക്കുന്ന 18 വയസ്സ് കഴിഞ്ഞ സ്ഥിരബുദ്ധിയുള്ള ആർക്കും അതിന്റെ അംഗമാകാം. അവിടെ താമസിക്കുകയോ അവരുടെ പേരിൽ സ്ഥലമുണ്ടാവുകയോ വേണം. അങ്ങനെയുള്ള ആളുകൾക്ക് അംഗങ്ങളാകാവുന്നതാണ്. ഇതിന്റെ മെമ്പർഷിപ്പിനെ പറ്റിയും അംഗത്വത്തെ പറ്റിയും സെക്ഷൻ 16 പ്രകാരം ആണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ, അംഗത്വത്തിനുള്ള അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ സൊസൈറ്റിയുടെ ഡയറക്ടർ ബോർഡ് 2 മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണം. അങ്ങനെ 2 മാസത്തിനുള്ളിൽ ഡയറക്ടർ ബോർഡ് തീരുമാനമെടുക്കുന്നില്ല എങ്കിൽ ജില്ലാ രജിസ്ട്രാർക്ക്, എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനും ജില്ലാ രജിസ്ട്രാർമാരുണ്ട്, ജില്ലാ രജിസ്ട്രാർക്ക് പരാതി നൽകാവുന്നതാണ് 2 മാസത്തിനുള്ളിൽ തീർപ്പ് കൽപ്പിച്ചിട്ടില്ല എങ്കിൽ. ഇനി നിങ്ങൾ കൊടുക്കുന്ന അംഗത്വം നിരസിക്കുകയാണെങ്കിൽ കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ ഉണ്ട്. കോപ്പറേറ്റീവ് ട്രിബ്യൂണലിൽ അപ്പീലുകളെ പറ്റി പരാമർശിക്കുന്നത് സെക്ഷൻ 83 ആണ്. ആ സെക്ഷൻ 83 പ്രകാരം നിങ്ങൾക്ക് കോപ്പറേറ്റീവ് ട്രിബ്യൂണലിൽ പരാതി കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ അംഗത്വത്തിനുള്ള അപേക്ഷ നിരസിച്ചാൽ കോപ്പറേറ്റീവ് ട്രിബ്യൂണലിലും പരാതി കൊടുക്കാവുന്നതാണ്. ഈ കോപ്പറേറ്റീവ് ട്രിബ്യൂണലിന്റെ ഉത്തരവ് നിങ്ങൾക്ക് അനുകൂലമല്ലെങ്കിൽ നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെയും സമീപിക്കാവുന്നതാണ്. ഇതെല്ലാം കുറച്ച് സമയവും ധനനഷ്ടവും അല്ലെങ്കിൽ ധനം ചിലവഴിച്ച് ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. ബഹുഭൂരിഭാഗം ആളുകളും അതിന് ശ്രമിക്കാറില്ല. അവർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഡയറക്ടർ ബോർഡിന്റെ അനുകമ്പയ്ക്കായി കാത്ത് നിൽക്കാറാണ് പതിവ്. എന്നിരുന്നാലും നിങ്ങൾക്കൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അംഗമാകണമെന്ന് തീരുമാനിക്കുകയും അതിനുവേണ്ടി
നിങ്ങൾ ഒരു നിശ്ചയദാർഢ്യത്തോടെ മുന്നേറുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അംഗത്വം ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സൗജന്യ നിയമ സഹായത്തിന് നിങ്ങൾക്ക് താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിക്കാവുന്നതാണ്. റിയൽ എസ്റ്റേറ്റ് റെഗുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ആക്ട് അഥവാ റെറ ആക്ടിനെ കുറിച്ചും അതിൽ പുതുതായി വന്ന നിയമ ഭേദഗതികളെക്കുറിച്ചും അഡ്വക്കേറ്റ് ഉണ്ണി കാർത്തികേയൻ സംസാരിക്കുന്നു. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വ്യവസായമാണ് റിയൽ എസ്റ്റേറ്റ് മേഖല. റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ വളർച്ചയ്ക്കും ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും 2016 പാർലമെന്റ് പാസാക്കിയ നിയമമാണ് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻ ആക്ട്. ആകെ 92 വകുപ്പുകളാണ് ഈ നിയമത്തിലുള്ളത്. എല്ലാ തരത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് പ്രൊജക്റ്റുകൾ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി മുമ്പാകെ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അങ്ങനെ രജിസ്റ്റർ ചെയ്യാതെ ഒരു പ്രൊമോട്ടർക്ക് അല്ലെങ്കിൽ ബിൽഡർക്ക് അവരുടെ പ്ലോട്ടുകളോ ഫ്ളാറ്റുകളോ അപ്പാർട്ട്മെന്റുകളോ കൊമേഴ്ഷ്യൽ സ്പേസുകളോ വിൽപ്പന നടത്തുന്നതിനോ അതിനുവേണ്ടി പരസ്യം ചെയ്യുന്നതിനോ സാധിക്കുന്നതല്ല. ഒരു അപ്പാർട്ട്മെന്റ് എന്നത് താമസത്തിന് വേണ്ടിയോ വ്യാപാര ആവശ്യങ്ങൾക്ക് വേണ്ടിയോ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള റെസിഡൻസ്, ഓഫീസ്, ഷോപ്പ്, ഷോറൂം, ഗോഡൌൺ എന്നിവയെല്ലാം ഉൾപ്പെടുന്നതാണ്. അതുപോലെ കാർപ്പറ്റ് ഏരിയ എന്നത് കെട്ടിടത്തിന്റെ യഥാർത്ഥത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന തറ വിസ്തീർണമാണ്. ഇതിൽ പുറം ഭിത്തികളും കേബിളുകളും പൈപ്പുകളും മറ്റും കടത്തിവിടുന്ന സർവീസ് ഷാഫ്റ്റുകൾ, എക്സ്ക്ലൂസീവ് ബാൽക്കണി, വരാന്ത, എക്സ്ക്ലൂസീവ് ഓപ്പൺ ടെറസ് എന്നിവ ഉൾപ്പെടുന്നതല്ല. കോമൺ ഏരിയ എന്നത് റിയൽ എസ്റ്റേറ്റ് പ്രൊജക്ടിന്റെ മുഴുവൻ ഭാഗങ്ങളും ഉൾപ്പെടുന്നതാണ്. വിൽപ്പനയ്ക്ക് വേണ്ടി കെട്ടിടങ്ങൾ പണിയുന്നവരും ഭൂമി പ്ലോട്ടുകളാക്കി മാറ്റുന്നവരും അവരുടെ ഏജന്റുമാരും കോൺട്രാക്ടർമാരും എല്ലാം തന്നെ പ്രൊമോട്ടർ എന്ന നിർവചനത്തിൽ ഉൾപ്പെടും. റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി മുമ്പാകെ പ്രൊമോട്ടർ അല്ലെങ്കിൽ ബിൽഡർ കൊടുക്കുന്ന അപേക്ഷയിൽ പ്രൊജക്ടിൻ്റെ മുഴുവൻ വിവരങ്ങളും, അതായത് സ്ഥലത്തിൻ്റെ അളവ്, കെട്ടിടത്തിൻ്റെ വിസ്തീർണം, സൗകര്യങ്ങൾ, എത്ര സമയമാണ് പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടത് എന്നിവയെല്ലാം തന്നെ കാണിച്ചിരിക്കണം. പ്രൊമോട്ടർ അല്ലെങ്കിൽ ബിൽഡർ ഒരു പ്രൊജക്ടിന് വേണ്ടി അതിൻ്റെ ആവശ്യക്കാരിൽ നിന്നും ഈടാക്കുന്ന പണത്തിൻ്റെ 70% പ്രത്യേക ബാങ്ക് അക്കൗണ്ടിൽ വേണം സൂക്ഷിക്കേണ്ടത്. പ്രൊജക്ടിൻ്റെ പണിയുടെ പുരോഗതിക്ക് അനുസരിച്ചാണ് ഇതിൽ നിന്ന് പണം പിൻവലിച്ച് ഉപയോഗിക്കേണ്ടത്. മേൽ വിവരിച്ച എല്ലാ കാര്യങ്ങളും പരിശോധിച്ചാണ് അതോറിറ്റി പ്രൊജക്ട് രജിസ്റ്റർ ചെയ്തത്. രജിസ്ട്രേഷന്റെ കാലാവധി എന്നത് ഒരു പ്രൊമോട്ടർ പ്രൊജക്ട് പൂർത്തീകരിക്കാൻ ആവശ്യപ്പെടുന്ന സമയമാണ്. സാധാരണഗതിയിൽ ഈ കാലാവധി നീട്ടി നൽകാൻ കഴിയില്ല. എന്നാൽ അപ്രതീക്ഷിതമായി ഉണ്ടാകാവുന്ന പ്രകൃതി ദുരന്തങ്ങളോ യുദ്ധമോ പോലുള്ള സാഹചര്യത്തിൽ പരമാവധി 1 വർഷത്തേക്ക് കൂടി കാലാവധി നീട്ടി നൽകാൻ അതോറിറ്റിക്ക് അധികാരമുണ്ട്. അതുപോലെ തന്നെ നൽകിയ രജിസ്ട്രേഷൻ റദ്ദാക്കാനും അതോറിറ്റിക്ക് കഴിയുന്നതാണ്. ബിൽഡർ അല്ലെങ്കിൽ പ്രൊമോട്ടർ ഏതെങ്കിലും നിയമലംഘനം നടത്തുകയാണെങ്കിലോ ഉപഭോക്താക്കളുടെ മേൽ ഏതെങ്കിലും ചതിവോ വഞ്ചനയോ വാഗ്ദാന ലംഘനമോ നടത്തിയാൽ അതോറിറ്റിക്ക് സ്വമേധയാലോ പരാതി പ്രകാരമോ ഇത്തരത്തിൽ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യാവുന്നതാണ്. അങ്ങനെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്താൽ പ്രൊമോട്ടർക്ക് അല്ലെങ്കിൽ ബിൽഡർക്ക് തുടർന്ന് ആ പ്രൊജക്റ്റ് ചെയ്യാൻ കഴിയുന്നതല്ല. കൂടാതെ അത്തരത്തിലുള്ള പ്രൊമോട്ടർമാരുടെ പേര് മോശം ബിൽഡേഴ്സിൻ്റെ ലിസ്റ്റ്പ്പെടുത്തി പ്രസിദ്ധീകരിക്കുന്നതിനും അത് മറ്റ് സംസ്ഥാന അതോറിറ്റികൾക്ക് കൈമാറുന്നതിനും പ്രൊജക്ടിൻ്റെ അക്കൗണ്ടിൽ സൂക്ഷിച്ച പണം ഫ്രീസ് ചെയ്യുന്നതിനും വേണ്ട നടപടികൾ അതോറിറ്റിക്ക് എടുക്കാവുന്നതാണ്. അങ്ങനെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്ന പ്രൊജക്റ്റുകൾ തുടർന്ന് പൂർത്തീകരിക്കുന്നതിന് സർക്കാരുമായി ആലോചിച്ച ശേഷം അലോട്ടികളുടെ അസോസിയേഷനെയോ അല്ലെങ്കിൽ ചുമതലപ്പെടുത്തിയ സ്ഥാപനങ്ങളെയോ അതോറിറ്റിക്ക് ഏൽപ്പിക്കാവുന്നതാണ്. ഈ നിയമപ്രകാരം റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാരും രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ്. റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി മുമ്പാകെ രജിസ്റ്റർ ചെയ്യാത്ത ഒരു പ്ലോട്ടുകളും ഫ്ളാറ്റുകളും മറ്റു നിർമ്മാണങ്ങളും വിൽക്കുന്നതിന് വേണ്ടതായ ഒരു സഹായവും റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാർ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഉപഭോക്താക്കളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരുവിധ ആശയവിനിമയവും ഏജന്റ് നടത്താൻ പാടില്ല. പ്രൊമോട്ടർ അല്ലെങ്കിൽ ബിൽഡർമാരുടെ ചുമതലകളും കടമകളും നിയമം വളരെ വിപുലമായി തന്നെ പറയുന്നുണ്ട്. ഓരോ 3 മാസം കൂടുമ്പോൾ ബുക്ക് ചെയ്യപ്പെട്ട പ്ലോട്ടുകളുടെയും ഫ്ളാറ്റുകളുടെയും വിവരങ്ങൾ, മറ്റു സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടിയതും കിട്ടാനുള്ളതുമായ അനുമതികൾ, പദ്ധതിയുടെ പുരോഗതിയും തൽസ്ഥിതിയും കൂടാതെ അതോറിറ്റി ആവശ്യപ്പെടുന്ന എല്ലാ സംഗതികളും തന്നെ അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തി പ്രൊമോട്ടർ കാണിക്കേണ്ടതാണ്. ഈ വിവരങ്ങൾ പ്രൊമോട്ടർ അവരുടെ പരസ്യത്തിലും പ്രോസ്പെക്ട്സിലും വെബ്സൈറ്റിലും വ്യക്തമായി കാണിക്കേണ്ടതാണ്. അലോട്ട്മെന്റ് ലെറ്ററിൽ പ്രൊജക്റ്റിന് ലഭിച്ച പ്ലാനുകൾ, അവയുടെ വിവരങ്ങൾ, പൊതുവായ സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തേണ്ടതാണ്. ഇവയെല്ലാം തന്നെ പ്രൊജക്ട് സൈറ്റിലും പ്രദർശിപ്പിക്കേണ്ടതാണ്. പ്രൊജക്റ്റിൻ്റെ ഓരോ ഘട്ടങ്ങളും അവ പൂർത്തീകരിക്കാൻ എടുക്കുന്ന സമയവും വൈദ്യുതി, ജല ലഭ്യതകൾ, സാനിറ്റേഷൻ സൗകര്യങ്ങൾ, പൊതുവായ സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തേണ്ടതാണ്. പ്രൊമോട്ടർ വാഗ്ദാനം ചെയ്ത രീതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും വേണ്ടതായ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്, ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് എന്നിവ വാങ്ങി അലോട്ടികളുടെ അസോസിയേഷനോ അതല്ല എങ്കിൽ അലോട്ടികൾക്കോ അപ്പാർട്ട്മെൻറ്റുകൾ ആധാരം നടത്തി കൈമാറ്റം ചെയ്യേണ്ടതാണ്. അതായത് ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് കിട്ടി 30 ദിവസത്തിനകം തന്നെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ അലോട്ടീസിൻ്റെ അസോസിയേഷൻ അല്ലെങ്കിൽ സൊസൈറ്റി ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വവും പ്രൊമോട്ടർക്കാണ്. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടി 30 ദിവസത്തിനകം പ്രൊമോട്ടർ ഈ അസോസിയേഷന് ചുമതലകളും രേഖകളും കൈമാറ്റം ചെയ്യേണ്ടതാണ്. ഇത്തരത്തിൽ അസോസിയേഷന് ചുമതല കൈമാറുന്നതുവരെ പൂർത്തീകരിച്ച പ്രൊജക്റ്റിൻ്റെയും അവിടുത്തെ ആവശ്യ സർവീസുകളുടെയും പരിപാലനവും പ്രൊമോട്ടർ നടത്തേണ്ടതാണ്. അതിന് വേണമെങ്കിൽ ന്യായമായ ഒരു തുകയും ഈടാക്കാവുന്നതാണ്. ഭൗതികമായ കൈമാറ്റം നടത്തുന്നതുവരെയുള്ള എല്ലാ ചിലവുകളും, അതായത് ഉപഭോക്താക്കളിൽ നിന്ന് വിവിധ കാലയളവിൽ വാങ്ങിയിട്ടുള്ള
തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും മറ്റുമുള്ള ടാക്സുകൾ, വൈദ്യുതി ചാർജ്, വെള്ളക്കരം തുടങ്ങിയവ പ്രൊമോട്ടർ തന്നെ കൊടുത്തു തീർക്കണം. പ്രൊജക്ടിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി പ്രൊമോട്ടർ എടുത്ത ലോണുകളും എല്ലാം തന്നെ പൂർണ്ണമായും തീർത്തു വേണം കൈമാറ്റം നടത്തേണ്ടത്. ഏതെങ്കിലും കാരണവശാൽ കരാറിൽ പറയാത്ത രീതിയിൽ പ്രൊമോട്ടർ ഒരു അലോട്ട്മെന്റ് ക്യാൻസൽ ചെയ്താൽ ഉപഭോക്താവിന് അതോറിറ്റി മുമ്പാകെ പരാതി കൊടുക്കാവുന്നതാണ്. പ്രൊമോട്ടർ നൽകിയ തെറ്റായ വിവരം കണ്ടിട്ടോ പരസ്യം കണ്ടിട്ടോ ആരെങ്കിലും ഒരു ഉപഭോക്താവ് പണം നൽകി ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റായ വിവരത്തിലൂടെ ഉണ്ടായ നഷ്ടം നൽകുന്നതിന് പ്രൊമോട്ടർ ബാധ്യസ്ഥനാണ്. കൂടാതെ ആ അലോട്ടിക്ക് പ്രൊജക്റ്റിൽ നിന്നും താൻ നൽകിയ പണവും പലിശയും വാങ്ങിക്കൊണ്ട് പിന്മാറുന്നതിനും അവകാശമുള്ളതാണ്. ഫ്ളാറ്റിൻ്റെ അല്ലെങ്കിൽ പ്ലോട്ടിൻ്റെ 10% തുക പ്രൊമോട്ടർക്ക് അഡ്വാൻസായി വാങ്ങാവുന്നതാണ്. എന്നാൽ ആയത് പൂർണ്ണമായ ഒരു എഗ്രിമെൻറ്റ് വെച്ചതിന് ശേഷം മാത്രമേ പാടുള്ളൂ. ആ എഗ്രിമെൻറ്റിൽ പ്രൊജക്റ്റിൻ്റെ പൂർണ്ണ വിവരങ്ങൾ, പ്രത്യേകതകൾ, പൊതു സൗകര്യങ്ങൾ, പണം നൽകേണ്ട ഘട്ടങ്ങൾ, എത്ര തുകയാണ്, പൂർത്തീകരണത്തിൻ്റെ സമയക്രമം, ഏതെങ്കിലും കാരണവശാൽ നിർമ്മാണം പൂർത്തീകരണം താമസിച്ചാൽ നൽകുന്ന പലിശ എന്നിവ വ്യക്തമായി കാണിക്കേണ്ടതാണ്. തദ്ദേശ സ്ഥാപനവും റെഗുലേറ്ററി അതോറിറ്റിയും നൽകിയ അനുമതി പ്രകാരമുള്ള പ്ലാനുകളിൽ നിന്ന് ഒരുവിധമായ മാറ്റവും പ്രൊമോട്ടർ നടത്താൻ പാടില്ലാത്തതാണ്. ഉപഭോക്താവിൻ്റെ ആവശ്യപ്രകാരമോ അതല്ലെങ്കിൽ ആർക്കിടെക്റ്റിൻ്റെയോ എഞ്ചിനീയറുടെയോ നിർദ്ദേശപ്രകാരം ചെറിയ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. എഞ്ചിനീയർക്ക് അല്ലെങ്കിൽ ആർക്കിടെക്റ്റിന് നിർദ്ദേശിക്കാവുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നും നിയമം വിവരിക്കുന്നുണ്ട്. 3/2 അലോട്ടികൾ സമ്മതിക്കുന്ന പക്ഷം മറ്റു മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. പൂർത്തീകരിച്ച പ്രൊജക്ടിൻ്റെ കൈമാറ്റം നടത്തുന്ന തീയതി മുതൽ 5 വർഷത്തേക്ക് കെട്ടിടത്തിന് വരുന്ന സ്ട്രക്ചറൽ ഡിഫക്റ്റുകൾ, സർവീസുകൾക്കുണ്ടാകുന്ന പോരായ്മകൾ എന്നിവ പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം പ്രൊമോട്ടർക്കാണ്. അതിന് അലോട്ടികളുടെ കയ്യിൽ നിന്നും പണം ഈടാക്കുവാൻ പാടുള്ളതല്ല. ഇതിൽ വീഴ്ച വരുത്തുന്ന പക്ഷം പ്രൊമോട്ടർ നഷ്ടപരിഹാരം നൽകാനും ഉത്തരവാദിയാണ്. അതോറിറ്റിയുടെയും 3/2 അലോട്ടികളുടെയും മുൻകൂർ അനുമതിയില്ലാതെ രജിസ്റ്റർ ചെയ്ത പ്രൊജക്റ്റുകൾ മറ്റ് പ്രൊമോട്ടർമാർക്ക് കൈമാറാൻ പാടില്ലാത്തതാണ്. പ്രൊജക്റ്റിൻ്റെയും അതിൻ്റെ നിർമ്മാണത്തിൻ്റെയും പൂർണ്ണമായ സംരക്ഷണത്തിന് വേണ്ട ഇൻഷുറൻസ് പോളിസികൾ എടുക്കുവാനും അതിൻ്റെ പ്രീമിയം അടച്ച് അലോട്ടികളുടെ സൊസൈറ്റികൾക്ക് കൈമാറേണ്ട ഉത്തരവാദിത്വവും പ്രൊമോട്ടർക്കാണ്. നിയമത്തിൻ്റെ 5-ാം അധ്യായത്തിലാണ് റെഗുലേറ്ററി അതോറിറ്റിയെക്കുറിച്ച് വിവരിച്ചിട്ടുള്ളത്. ചെയർപേഴ്സണും 2 അംഗങ്ങളും ഉൾപ്പെടുന്ന അതോറിറ്റിയുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് പൂർത്തീകരിക്കുന്നതുവരെയോ ഏതാണ് ആദ്യം ഉണ്ടാവുന്നതുവരെയാണ്. 25 വർഷമെങ്കിലും വിവിധ മേഖലകളിൽ പ്രായോഗിക പരിചയമുള്ള ആളാണ് ചെയർപേഴ്സൺ ആവുക. അംഗങ്ങൾക്ക് അത് 15 വർഷം മതിയാകും. ഒരു അലോട്ടി അല്ലെങ്കിൽ പ്രൊമോട്ടർ ആദ്യം പരാതി നൽകേണ്ടത് ഈ റെഗുലേറ്ററി അതോറിറ്റി മുമ്പാകെയാണ്. അത്തരത്തിൽ പരാതി കിട്ടുന്ന മുറയ്ക്കോ അല്ലെങ്കിൽ സ്വമേധയാ വേണമെങ്കിലോ അതോറിറ്റിക്ക് പ്രൊമോട്ടർമാരുടെ പക്കൽ നിന്നും വിവരങ്ങൾ ആരായുന്നതിനും അന്വേഷണം നടത്തുന്നതിനും വേണമെങ്കിൽ ഇടക്കാല ഉത്തരവുകൾ ഇടുന്നതിനും നിർദ്ദേശങ്ങൾ നൽകുന്നതിനും അതോറിറ്റിക്ക് അധികാരം നിയമം നൽകുന്നുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള നിയമലംഘനം കണ്ടെത്തിയാൽ പിഴ ഈടാക്കുന്നതിനും പലിശ നൽകുന്നതിനും ഉത്തരവിടാൻ അതോറിറ്റിക്ക് കഴിയും. ഇത്തരത്തിലുള്ള പിഴയും പലിശയും ഉത്തരവാദികളിൽ നിന്നും ഭൂമി കുടിശ്ശികയായി കണക്കാക്കി ഈടാക്കുവാനും കഴിയുന്നതാണ്. റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടതായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനും റെഗുലേറ്ററി അതോറിറ്റിക്ക് കഴിയുന്നതാണ്. ഇത്തരത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് കീഴിൽ ഒരു സെൻട്രൽ അഡ്വൈസറി കൗൺസിൽ രൂപീകരിക്കുന്നതിനും നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റ് അപ്പലറ്റ് ട്രിബ്യൂണൽ എന്നത് ഒരു ചെയർമാനും 2 അംഗങ്ങളും ഉൾപ്പെടുന്ന സംവിധാനമാണ്. 2 അംഗങ്ങളിൽ ഒരാൾ ജുഡീഷ്യൽ അംഗവും മറ്റൊരാൾ ടെക്നിക്കൽ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് അംഗവുമാണ്. ചെയർമാൻ ഹൈക്കോടതി ജഡ്ജി ആയിരുന്ന ആളാവണം എന്നത് നിർബന്ധമാണ്. റെഗുലേറ്ററി അതോറിറ്റിയുടെ ഉത്തരവുകളിൽ മേൽ സങ്കടം അനുഭവിക്കുന്ന ഏതൊരാൾക്കും അപ്പലേറ്റ് ട്രിബ്യൂണലിന് മുമ്പാകെ അപ്പീൽ കൊടുക്കാൻ കഴിയുന്നതാണ്. ഏതെങ്കിലും പ്രൊമോട്ടർ അതോറിറ്റി മുമ്പാകെ രജിസ്റ്റർ ചെയ്യാതെ പ്രൊജക്ടുകൾ നടത്തിയാൽ പ്രൊജക്ട് കോസ്റ്റിന്റെ 10% വരെ പിഴ കൊടുക്കുവാൻ ബാധ്യസ്ഥനാണ്. ഇത് കൊടുത്തില്ലെങ്കിൽ 3 വർഷം വരെ ജയിൽവാസവും കൂടാതെ അധികമായി 10% വരെ പിഴയും ഈടാക്കുവാൻ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. നിയമത്തിന്റെ 4-ാം വകുപ്പ് ലംഘിച്ചുകൊണ്ട് ഏതെങ്കിലും പ്രൊമോട്ടർ തെറ്റായ വിവരം നൽകിയാൽ ആ പ്രൊജക്ടിന്റെ ആകെ പ്രൊജക്ട് കോസ്റ്റിന്റെ 5% വരെ പിഴ കൊടുക്കുവാൻ ബാധ്യസ്ഥനാണ്. റെഗുലേറ്ററി അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത പക്ഷം ഓരോ ദിവസത്തിനും പിഴ കൊടുക്കേണ്ടതും അങ്ങനെ ആകെ പ്രൊജക്ട് കോസ്റ്റിന്റെ 5% വരെ പിഴ ചുമത്തുന്നതിനും നിയമത്തിൽ വ്യവസ്ഥ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. റെറ ആക്ടും അതിൽ പുതുതായി വന്ന നിയമ ഭേദഗതികളും ഇതേക്കുറിച്ച് അഡ്വക്കേറ്റ് ഉണ്ണി കാർത്തികേയൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്. നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ. സഹായം നീതി MS. അവതരണം ആകാശവാണി കൊച്ചി FM 102.3. ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30. ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.